ഹലോ, വെൽക്കം ടു Unacademy. ഓക്കെ, അപ്പോൾ നമ്മൾ കറണ്ട് അഫെയർസ് നമുക്കറിയാം. കറണ്ട് അഫെയർസ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. അപ്പോൾ നമ്മൾ 2023 ജനുവരി, അപ്പോൾ ഓരോ മാസത്തെ കറണ്ട് അഫെയർസ് നമ്മൾ സമഗ്രമായി പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ 2023 ജനുവരിത്തെ കറണ്ട് അഫെയർസ് നമ്മൾ കംപ്ലീറ്റഡ് ആണ്. അത് കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്കത് കാണാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഓരോ മാസത്തെയും കറണ്ട് അഫെയർസ് ആണ് നോക്കി വരുന്നത്. അതിൽ 2023 ജനുവരി കംപ്ലീറ്റ് ചെയ്തു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2023 ഫെബ്രുവരിയിലത്തെ കറണ്ട് അഫെയർസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് 2023 ഫെബ്രുവരിയിൽ വരുന്ന പ്രധാനപ്പെട്ട ഫാക്റ്റുകൾ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2023 ജനുവരിയിൽ തീർപ്പായ രാജ്യത്ത് അവശേഷിച്ചിരുന്ന ഏറ്റവും പഴക്കം ചെന്ന കേസ്. അപ്പോൾ 2023 ജനുവരിയിൽ തീർപ്പായ രാജ്യത്ത് അവശേഷിച്ചിരുന്ന ഏറ്റവും പഴയ കേസ് എന്ന് പറയുന്നത് ബർഹാംപൂർ ബാങ്ക് ലിമിറ്റഡ് ലിക്വിഡേഷൻ കേസാണ്. ബർഹാംപൂർ ബാങ്ക് ലിമിറ്റഡ് ലിക്വിഡേഷൻ കേസാണ് 2023 ജനുവരിയിൽ തീർപ്പായ രാജ്യത്ത് അവശേഷിച്ചിരുന്ന ഏറ്റവും പഴക്കം ചെന്ന കേസ്. ബർഹാംപൂർ ബാങ്ക് ലിമിറ്റഡ് ലിക്വിഡേഷൻ കേസ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. കേരള സംസ്ഥാന ചരക്ക് സേവന നികുതി വകുപ്പ് പുനഃസംഘടന നിലവിൽ വന്നത്. കേരള സംസ്ഥാന ചരക്ക് സേവന നികുതി വകുപ്പ് പുനഃസംഘടന നിലവിൽ വന്നത്. ഇവിടെ ഞാൻ മാർക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് 2023 ജനുവരിയിൽ തീർപ്പായ രാജ്യത്ത് അവശേഷിച്ചിരുന്ന ഏറ്റവും പഴക്കം ചെന്ന കേസ് ഏതാണ്? ഒരു സെക്കൻഡ് മാർക്ക് ചെയ്ത് തരാം. ഏതാണ്? ബർഹാംപൂർ ബാങ്ക് ലിമിറ്റഡ് ലിക്വിഡേഷൻ കേസ്. അടുത്തത് കേരള സംസ്ഥാന ചരക്ക് സേവന നികുതി വകുപ്പ് പുനഃസംഘടന നിലവിൽ വരുന്നത്. അത് 2023 ജനുവരി 19-നാണ്. 2023 ജനുവരി 19-നാണ് എന്ത് വന്നത്? കേരള സംസ്ഥാന ചരക്ക് സേവന നികുതി വകുപ്പ് പുനഃസംഘടന നിലവിൽ വന്നത്. നമ്മൾ ജനുവരിത്തെ കുറച്ച് ഫാക്ട് ഫെബ്രുവരിയിൽ കയറി വരും കേട്ടോ. അടുത്തത് ഗൂഗിൾ വികസിപ്പിച്ച് പുറത്തിറക്കുന്ന AI ചാറ്റ് ബോട്ട്. ഗൂഗിൾ വികസിപ്പിച്ച് പുറത്തിറക്കുന്ന AI ചാറ്റ് ബോട്ടാണ് ഏതെന്ന് പറയുന്നത്? ബാർഡ്. ഓക്കെ, ഗൂഗിൾ വികസിപ്പിച്ച് പുറത്തിറക്കുന്ന AI ചാറ്റ് ബോട്ടാണ് എന്തെന്ന് പറയുന്നത്? ബാർഡ്. അടുത്തത് രാജ്യസഭ നിയന്ത്രിക്കുന്ന ആദ്യ നോമിനേറ്റഡ് അംഗമായിട്ട് മാറിയത് ആരാണ്? നമ്മുടെ PT ഉഷയാണ്. രാജ്യസഭ നിയന്ത്രിക്കുന്ന ആദ്യ നോമിനേറ്റഡ് അംഗമാണ് ആരെന്ന് പറയുന്നത്? PT ഉഷ. ഇനി 2023 വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ വേദി എന്ന് പറയുന്നത് ദക്ഷിണാഫ്രിക്കയാണ്. 2023 വനിതാ 2020 കപ്പ് ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ വേദി ദക്ഷിണാഫ്രിക്ക. ഇനി 2023 ഫെബ്രുവരി 10 ഗൂഗിൾ ഡൂഡിൽ തയ്യാറാക്കി ആദരിച്ച മലയാള സിനിമയിലെ ആദ്യത്തെ നായികയാണ് ആര്? PK റോസി. 2023 ഫെബ്രുവരി 10 ഗൂഗിൾ ഡൂഡിൽ തയ്യാറാക്കി ആദരിച്ച മലയാള സിനിമയിലെ ആദ്യ നായികയാണ് ആര്? PK റോസി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 2023 ഫെബ്രുവരിയിൽ ISRO വിജയകരമായി വിക്ഷേപിച്ച ചെറു ഉപഗ്രഹങ്ങൾക്കായിട്ടുള്ള വിക്ഷേപ വാഹനമാണ് ഏത്? SSLV D2 എന്ന് പറയുന്നത്. SSLV D2. ഇപ്പോൾ 2023 ഫെബ്രുവരിയിൽ ISRO വിജയകരമായി വിക്ഷേപിച്ച ചെറു ഉപഗ്രഹങ്ങൾക്കായിട്ടുള്ള വിക്ഷേപണ വാഹനമാണ് ഏത്? SSLV D2. അടുത്തത് ഓട്ടോറിക്ഷയിൽ റേഷൻ വീട്ടിലെത്തിക്കാൻ കേരള ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് നടത്തുന്ന പദ്ധതിയാണ് എന്ത്? ഒപ്പം. ഓട്ടോറിക്ഷയിൽ റേഷൻ വീട്ടിലെത്തിക്കാൻ കേരള ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് നടത്തുന്ന പദ്ധതിയാണ് എന്ത്? ഒപ്പം. അടുത്തത് 12ാമത് ലോക ഹിന്ദി സമ്മേളനത്തിന് വേദിയായത് എവിടെയാണ്? ഫിജിയാണ്. 12ാമത് ലോക ഹിന്ദി സമ്മേളനത്തിന് വേദിയായത് എവിടെയാണ്? ഫിജിയാണ്. ഇനി ഏതൊരു മനുഷ്യൻ്റെയും ജീവിതം എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ബെന്യാമിനാണ്. ഏതൊരു മനുഷ്യൻ്റെയും ജീവിതം എന്നൊരു പുസ്തകം രചിച്ചത് ബെന്യാമിനാണ്. 2023 ഫെബ്രുവരിയിൽ ഗുജറാത്ത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതയായത് ആരാണ്? സോണിയ ഗിരിധർ ഗോഖാനിയാണ്. സോണിയ ഗിരിധർ ഗോഖാനി. അടുത്ത ആദ്യമായി നടക്കുന്ന വനിതാ IPL താരലേലത്തിൽ ഏറ്റവും കൂടുതൽ മൂല്യമുള്ള പ്ലെയർ ആയത്? ആദ്യമായി നടക്കുന്ന വനിതാ IPL താരലേലത്തിൽ ഏറ്റവും കൂടുതൽ മൂല്യമുള്ള പ്ലെയർ ആയിട്ട് മാറിയത് ആരാണ്? അത് സ്മൃതി മന്ദാനയാണ്. സ്മൃതി മന്ദാന. ഇനി കുടുംബശ്രീയെക്കുറിച്ചുള്ള വിവരങ്ങൾ വിരൽത്തുമ്പിൽ എത്തിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷനാണ് ഏത്? ലോക്കോസ്. ഇപ്പോൾ ഓർത്തോള, കുടുംബശ്രീയെക്കുറിച്ചുള്ള വിവരങ്ങൾ വിരൽത്തുമ്പിൽ എത്തിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷനാണ് ഏത്? ലോക്കോസ്. 2023 മാർച്ച് 1 പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന 10 വരി എക്സ്പ്രസ് പാത.
അപ്പോൾ 10 വരി എക്സ്പ്രസ് പാത ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? മൈസൂര്, ബാംഗ്ലൂരാണ്. 10 വരി എക്സ്പ്രസ് പാത ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ചോദിച്ചാൽ അത് മൈസൂര്, ബാംഗ്ലൂരാണ്. ഓക്കെ, അപ്പോൾ 10 വരി 2023 മാർച്ച് 1 പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത 10 വരി എക്സ്പ്രസ് പാത ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ മൈസൂര്, ബാംഗ്ലൂരാണ്. അടുത്ത കേരളത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം തേനീച്ച. കേരളത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം തേനീച്ചക്ക് പറയുന്ന പേരാണെന്ത്? താരിയസ് നരേന്ദ്രനി. കേരളത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം തേനീച്ചയാണേത്? താരിയസ് നരേന്ദ്രനി. ഇനി 2023 ഗുരുവായൂർ ദേവസ്വം ജ്ഞാനപ്പാന പുരസ്കാരത്തിന് അർഹനായത് വി മധുസൂദനൻ നായരാണ്. 2023 ഗുരുവായൂർ ദേവസ്വം ജ്ഞാനപ്പാന പുരസ്കാരത്തിന് അർഹനായത് വി മധുസൂദനൻ നായരാണ്. ഇനി സർവകലാശാല തലത്തിലെ രാജ്യത്തെ ആദ്യത്തെ സിന്തറ്റിക് ബയോളജി ഗവേഷണ കേന്ദ്രം നിലവിൽ വന്നത് എവിടെയാണ്? അത് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലാണ്. ഓർത്തോള, സർവകലാശാല തലത്തിലെ ആദ്യത്തെ സിന്തറ്റിക് ബയോളജി ഗവേഷണ കേന്ദ്രം നിലവിൽ വന്നത് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലാണ്. അടുത്ത 2023 രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയത് സൗരാഷ്ട്രയാണ്. 2023 രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയത് സൗരാഷ്ട്രയാണ്. ഇനി സ്വരാജ് ട്രോഫി 2021-22 വിധി പുനർനിർണയത്തിന് ശേഷം മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള അവാർഡിന് അർഹരായത്. അപ്പോൾ ഇതൊരു കേസിലൊക്കെ പോയി പിന്നെയാണ് വിധി പുനർനിർണയിച്ച് മികച്ച ജില്ലാ പഞ്ചായത്തായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ആരൊക്കെയാണ്? കൊല്ലത്തിനെയും കണ്ണൂരുമാണ് കേട്ടോ. സ്വരാജ് ട്രോഫി 2021-22 വിധി പുനർനിർണയത്തിന് ശേഷം മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള അവാർഡ് കരസ്ഥമാക്കിയത് ആരാണ്? കൊല്ലവും അതേപോലെ തന്നെ കണ്ണൂരുമാണ്. ഇന്ത്യയിൽ ആദ്യമായി വിധി പ്രസ്താവന പ്രാദേശിക ഭാഷയിൽ പുറത്തിറക്കിയ ഹൈക്കോടതിയാണേത്? കേരള ഹൈക്കോടതി. ഇന്ത്യയിൽ ആദ്യമായി വിധി പ്രസ്താവന പ്രാദേശിക ഭാഷയിൽ പുറത്തിറക്കിയ ഹൈക്കോടതിയാണേത്? കേരള ഹൈക്കോടതി. ഇനി ദാദാ സാഹിബ് ഫാൽക്കെ ആണ് കേട്ടോ. ദാദാ സാഹിബ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡിൽ മികച്ച വില്ലനുള്ള പുരസ്കാരം സ്വന്തമാക്കിയ മലയാള നടനാണ് ആര്? ദുൽഖർ സൽമാൻ. ഓക്കെ, ഓർത്തോള, ദാദാ സാഹിബ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച വില്ലനായിട്ടുള്ള തെരഞ്ഞെടുക്കപ്പെട്ട മലയാള നടനാണ് ആര്? ദുൽഖർ സൽമാൻ. ഇനി തെരുവ് കുട്ടികളെ പഠിപ്പിക്കാൻ ബാലസ്നേഹി എന്ന പദ്ധതി ഉദ്ഘാടനം ചെയ്തത് മഹാരാഷ്ട്രയാണ്. തെരുവ് കുട്ടികളെ പഠിപ്പിക്കാൻ ബാലസ്നേഹി എന്ന പദ്ധതി ഉദ്ഘാടനം ചെയ്തത് മഹാരാഷ്ട്രയാണ്. പറഞ്ഞതുപോലെ ഈ CA ബേസ് ചെയ്തുകൊണ്ടുള്ള ടെസ്റ്റ് അൺഅക്കാദമി ആപ്പിൽ 8 മണിക്ക് നമുക്ക് പോളിട്ടിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ 8 മണിക്ക് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും 8 മണിക്ക് ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ നമ്മൾ ഓരോ മാസത്തെയും കറണ്ട് അഫെയർസ് 8 മണിക്ക് ചെയ്യാറുണ്ട്. അതോടൊപ്പം നമ്മൾ PYQ അതേപോലെ തന്നെ LDCൻ്റെ ടോപ്പിക് വൈസ് ക്ലാസ്സുകളും അവിടെ ചെയ്യാറുണ്ട്. താല്പര്യമുള്ളവർക്ക് ഫ്രീ ക്ലാസ് ആണ്. ഇതിൻ്റെ ടെസ്റ്റ് അവിടെ വന്നിട്ട് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് തെരുവ് കുട്ടികളെ പഠിപ്പിക്കാൻ ബാലസ്നേഹി എന്ന പദ്ധതി ഉദ്ഘാടനം ചെയ്തത് മഹാരാഷ്ട്രയാണ്. ഇനി 30 വയസ്സിന് മുകളിലുള്ളവരുടെ ജീവിതശൈലി രോഗങ്ങളെ സംബന്ധിച്ചും അതിലേക്ക് നയിക്കുന്ന കാരണങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടി കേരള സർക്കാർ പുറത്തിറക്കിയ ആപ്പാണ് ഇത് ശൈലി ആപ്പ്. ഓക്കെ, 30 വയസ്സിന് മുകളിലുള്ളവരുടെ ജീവിതശൈലി രോഗങ്ങളെ സംബന്ധിച്ചും അതിലേക്ക് നയിക്കുന്ന കാരണങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടിയിട്ട് കേരള സർക്കാർ പുറത്തിറക്കിയ ആപ്പാണ് ഇത് ശൈലി. അടുത്തത് ഇന്ത്യൻ സ്മാർട്ട് ഗ്രിഡ് ഫോറം 2023 ആണ് കേട്ടോ. 2023 ഇന്നൊവേഷൻ ഇൻ ഇലക്ട്രിക് മൊബിലിറ്റി ഡൊമൈൻ EVNR EVSE റോൾ ഔട്ട്സ് വിഭാഗത്തിൽ നൽകുന്ന ഡയമണ്ട് പുരസ്കാരം കരസ്ഥമാക്കിയത് KCB ആണ്. ഓർത്തോളാം, ഇന്ത്യൻ സ്മാർട്ട് ഗ്രിഡ് ഫോറം 2023 ഇന്നൊവേഷൻ ഇൻ ഇലക്ട്രിക് മൊബിലിറ്റി ഡൊമൈൻ EVNR റോൾ ഔട്ട്സ് വിഭാഗത്തിൽ നൽകുന്ന ഡയമണ്ട് പുരസ്കാരം നേടിയത് നമ്മുടെ KCB ആണ്. ഇനി ലോകബാങ്കിൻ്റെ പ്രസിഡന്റായി നിയമിതനായ ഇന്ത്യൻ വംശജനാണ് ആര്? അജയ് ബംഗ. ലോകബാങ്കിൻ്റെ പ്രസിഡന്റായി നിയമിതനായ ഇന്ത്യൻ വംശജനാണ് അജയ് ബംഗ. ഇനി KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാനായി നിയമിതനായത് ആരാണ്? സയ്യിദ് അക്തർ മിർസയാണ്. KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാനായിട്ട് നിയമിതനായത് സയ്യിദ് അക്തർ മിർസ. ഇനി സംസ്ഥാനത്തെ ഉത്തരവാദിത്തം ടൂറിസം മിഷന്റെ നേതൃത്വത്തിൽ ആഗോള ഉത്തരവാദിത്ത ടൂറിസം ഉച്ചകോടിക്ക് വേദിയായത് എവിടെയാണ്? കുമരകത്താണ്. ഓർത്തോള, സംസ്ഥാന ഉത്തരവാദിത്ത ടൂറിസം മിഷന്റെ നേതൃത്വത്തിൽ ആഗോള ഉത്തരവാദിത്ത ടൂറിസം ഉച്ചകോടിക്ക് വേദിയായത് കുമരകമാണ്. ഇനി പ്രേംനസീർ സ്മാരക മന്ദിരം നിലവിൽ വരുന്ന സ്ഥലം എവിടെയാണ്? അത് ചിറയൻകീഴാണ്. പ്രേംനസീർ സ്മാരക മന്ദിരം
നിലവിൽ വരുന്ന സ്ഥലം ചിറയൻകീഴ്. ഇനി രാജ്യത്തെ ആദ്യ ഭിന്നശേഷി കലോത്സവമായ സമ്മോഹന വേദിയായത് തിരുവനന്തപുരമാണ്. രാജ്യത്തെ ആദ്യത്തെ തന്നെ ഭിന്നശേഷി കലോത്സവമായിട്ടുള്ള സമ്മോഹന വേദിയായത് ഏതാണ്? തിരുവനന്തപുരമാണ്. ഇനി ബെർലിൻ ചലച്ചിത്രമേളയിൽ മികച്ച നടിക്കുള്ള സിൽവർ ബിയർ പുരസ്കാരത്തിന് അർഹയായ 8 വയസ്സുകാരിയാണ് ആര്? സോഫിയ ഒട്ടേറോ. അപ്പോൾ ബെർലിൻ ചലച്ചിത്ര മേളയിൽ മികച്ച നടിക്കുള്ള സിൽവർ ബിയർ പുരസ്കാരത്തിന് അർഹയായ 8 വയസ്സുകാരിയാണ് ആര്? സോഫിയ ഒട്ടേറോ കേട്ടോ. ഇനി പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഒരു സെക്കൻഡ്. ഫെബ്രുവരിയിൽ ടാഗോർ സ്മാരകം അനാച്ഛാദനം ചെയ്ത അമേരിക്കൻ നഗരമാണ് ഏതെന്ന് പറയുന്നത്? ടെക്സസ്. 2023 ഫെബ്രുവരിയിൽ ടാഗോർ സ്മാരകം അനാച്ഛാദനം ചെയ്ത അമേരിക്കൻ നഗരമാണ് എന്തെന്ന് പറയുന്നത്? ടെക്സസ്. ഇനി ദേശീയ വനിതാ കമ്മീഷൻ അംഗമായി നിയമിതയായ സിനിമാ താരമാണ് ഖുഷ്ബു സുന്ദർ. ദേശീയ വനിതാ കമ്മീഷൻ അംഗമായി നിയമിതയായ സിനിമാ താരമാണ് ആര്? ഖുഷ്ബു സുന്ദർ. ഇനി ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ഓഡിറ്ററായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? ഗിരീഷ് ചന്ദ്ര മുർമുവിനെയാണ്. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ ഓഡിറ്ററായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഗിരീഷ് ചന്ദ്ര മുർമുവിനെയാണ്. ഇനി ഖരമാലിന്യത്തിൽ നിന്ന് ഹൈഡ്രജൻ വേർതിരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ പ്ലാന്റ് നിലവിൽ വരുന്നത് എവിടെയാണ്? പൂനെയാണ്. ഖരമാലിന്യത്തിൽ നിന്ന് ഹൈഡ്രജൻ വേർതിരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ പ്ലാന്റ് നിലവിൽ വരുന്നത് എവിടെയാണ്? അത് പൂനെയിലാണ്. ഇനി ഇന്ത്യ ചൈന അതിർത്തി പ്രദേശങ്ങളിലേക്ക് ഏത് കാലാവസ്ഥയിലും യാത്ര ചെയ്യാൻ വേണ്ടി നിർമ്മിക്കാൻ തീരുമാനിച്ച തുരങ്കമാണ് എന്ത്? ഷിങ്കുല തുരങ്കം. ഓക്കെ, ഇന്ത്യ ചൈന അതിർത്തി പ്രദേശങ്ങളിലേക്ക് ഏതു കാലാവസ്ഥയിലും യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് നിർമ്മിക്കാൻ തീരുമാനിച്ച തുരങ്കമാണേത്? ഷിങ്കുല തുരങ്കം. ഇനി കേരള സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റായിട്ട് നിയമിതനായത് ആരാണ്? യു ഷറഫ് അലിയാണ്. കേരള സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റായിട്ട് നിയമിതനായത് ആരാണ്? യു ഷറഫ് അലിയാണ്. ഓക്കെ, അപ്പോൾ അൺഅക്കാദമി പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അൺഅക്കാദമി പ്ലസ് കോഴ്സ് എടുക്കണമെങ്കിൽ ഇപ്പോൾ ഏകദേശം 50% ഓഫ് അൺഅക്കാദമി പ്ലസ്സിൽ നിങ്ങൾക്ക് എന്താണ് ഓഫ് ഉണ്ട്. അപ്പോൾ 24 മന്തിന് നിങ്ങൾക്ക് ഏകദേശം 7,299 റുപ്പീസും അതേപോലെ തന്നെ 1 ഇയറിന് 5,000 സംതിങ് റുപ്പീസുമാണ് ആവുന്നത്. താല്പര്യമുള്ളവർക്ക് 1 ഇയറിനോ 2 ഇയറിനോ പ്ലസ് എടുക്കാവുന്നതാണ്. ഇനി LDCയുടെ ഒരു ബാച്ച് LDC 2024 നമുക്കറിയാം ഒറ്റ എക്സാമാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ബാച്ച് ഡിസംബർ 11 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാം. ആ ബാച്ച് മാത്രം പർച്ചേസ് ചെയ്യാൻ നിങ്ങൾക്ക് 1,039 രൂപയാണ്, 1,039 റുപ്പീസാണ്. ഇനി LGS മെയിൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ബാച്ച് ഡിസംബർ 11 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആ ബാച്ച് മാത്രം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ 1,039 റുപ്പീസ് തന്നെയാണ് ഓഫർ പ്രൈസ് എന്ന് പറയുന്നത്. പിന്നെ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള LDCയുടെ ഒരു ഫൗണ്ടേഷൻ ബാച്ച് എന്ന് വെച്ചാൽ തുടക്കക്കാർക്ക് LDCനെ എന്ത് ചെയ്യാൻ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാകത്തിലാകുന്ന ഒരു ബാച്ചാണ്. അപ്പോൾ അത് നവംബർ 20 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന് സ്പെഷ്യൽ പ്രൈസ് എന്ന് പറയുന്നത് 960 റുപ്പീസാണ്. പിന്നെ പറയുന്നത് ലബോറട്ടറി അസിസ്റ്റൻറ്റിന് ഒരു ബാച്ച് നവംബർ 20 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് അത് മാത്രം പർച്ചേസ് ചെയ്യാൻ 960 റുപ്പീസാണ്. ഇനി സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ ഒരു ബാച്ച് നവംബർ 10 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് മാത്രം പർച്ചേസ് ചെയ്യാൻ 799 റുപ്പീസാണ്. ഇനി SCRT ബാച്ച് SCRT മാത്രം പഠിക്കാനായിട്ട് നിങ്ങൾക്കറിയാം SCRTൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ നിങ്ങൾക്ക് SCRT മാത്രം നിങ്ങൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാം. നവംബർ 8 സ്റ്റാർട്ട് ചെയ്ത ബാച്ചാണ്. അപ്പോൾ അത് മാത്രം പർച്ചേസ് ചെയ്യണമെങ്കിൽ 799 റുപ്പീസാണ്. ഓക്കെ, ഇത്രയാണ് അൺഅക്കാദമി നിങ്ങൾക്ക് ആയിട്ട് ഒരുക്കിയിട്ടുള്ള ഫെസിലിറ്റീസ് എന്ന് പറയുന്നത്. താല്പര്യമുള്ളവർക്ക് അൺഅക്കാദമി കോഴ്സ് പ്ലസ് കോഴ്സ് എടുത്തിട്ട് പഠിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ക്വസ്റ്റ്യനിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡൻ്റായിട്ട് നിയമിതനായത് യു ഷറഫ് അലി. അടുത്ത ക്വസ്റ്റ്യൻ, ഏഷ്യയിലെ ഏറ്റവും വലിയ ഹെലികോപ്റ്റർ ഫാക്ടറി പ്രവർത്തനം ആരംഭിക്കുന്നത് എവിടെയാണ്? അത് തുമകുരു, കർണാടകയിലാണ്. ഓക്കെ, ഏഷ്യയിലെ ഏറ്റവും വലിയ ഹെലികോപ്റ്റർ ഫാക്ടറി പ്രവർത്തനം ആരംഭിക്കുന്നത് എവിടെയാണ്? അത് തുമകുരു, കർണാടകയിലാണ്. ഇനി ISROയുടെ സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ ഇന്ത്യ 2ാം വിക്ഷേപണത്തിൽ ചെന്നൈയിലെ സ്പേസ് കിഡ്സിൻ്റെ കീഴിൽ നിർമ്മിച്ചു നൽകിയ ഉപഗ്രഹമാണ് ഇത്? ആസാദി സാറ്റ് 2.
ISROയുടെ സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ ഇന്ത്യ 2ാം വിക്ഷേപണത്തിൽ ചെന്നൈയിലെ സ്പേസ് കിഡ്സിൻ്റെ കീഴിൽ നിർമ്മിച്ചു നൽകിയ ഉപഗ്രഹമാണേത്? ആസാദി സാറ്റ് 2. ഇനി 35ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന് വേദിയാവുന്നത് 35ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന് വേദിയാവുന്നത് എവിടെയാണ്? അത് തൊടുപുഴയാണ്. വേദിയായത് തൊടുപുഴ. ഇനി 2023 ഫെബ്രുവരിയിൽ 59 ലക്ഷം ടാങ്ക് ലിഥിയം കണ്ടെത്തിയത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ജമ്മു കാശ്മീരിലാണ്. അപ്പോൾ 59 ലക്ഷം ലിഥിയം ടാങ്ക് കണ്ടെത്തിയത് എവിടെയാണ്? അപ്പോൾ ജമ്മു കാശ്മീരിലെ സലാൽ ഹൈമാന എന്ന് പറയുന്ന സ്ഥലത്താണ്. ആദ്യമായിട്ട് ഇന്ത്യയിൽ ലിഥിയം ടാങ്ക് കണ്ടെത്തിയത് 59 ലക്ഷം ലിഥിയം ടാങ്ക് കണ്ടെത്തിയത് ജമ്മു കാശ്മീരിലെ സലാൽ ഹൈമാന എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. ഇനി രണ്ടാമതായിട്ട് ദേഗ്ന റണാവത് ഹിൽസ് രാജസ്ഥാനിലും എന്ത് കണ്ടെത്തിയിട്ടുണ്ട്? ഈ ഒരു ലിഥിയത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് എവിടെയും കൊഡർമ ജാർഖണ്ഡിലും എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു ലിഥിയത്തിൻ്റെ ടാങ്ക് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലിഥിയം മൈനിങ് നടന്നു കഴിഞ്ഞാൽ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ലിഥിയം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമായി ഇന്ത്യ മാറും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ ഓർക്കുക 2023 ഫെബ്രുവരിയിൽ 59 ലക്ഷം ടാങ്ക് ലിഥിയം കണ്ടെത്തിയത് എവിടെയാണ്? ജമ്മു കാശ്മീരിലെ സലാൽ ഹൈമാന എന്ന് പറയുന്ന സ്ഥലത്താണ്. ഓക്കെ, അടുത്തത് സ്ത്രീകളെ തൊഴിൽ സജ്ജരാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള നോളജ് മിഷനും കുടുംബശ്രീയും ചേർന്ന് സംഘടിപ്പിക്കുന്ന പദ്ധതിയാണ് എന്ത്? തൊഴിൽ രംഗത്തേക്ക്. ഇനി 2023 ഫെബ്രുവരിയിൽ ന്യൂസിലാൻഡിൽ വീശിയ ചുഴലിക്കാറ്റ് അറിയപ്പെടുന്ന പേരാണെന്ത്? ഗബ്രിയേൽ. അപ്പോൾ ഗബ്രിയേൽ ചുഴലിക്കാറ്റ് എവിടെയാണ് വീശിയെന്ന് ചോദിച്ചാൽ അത് ന്യൂസിലാൻഡിലാണ്. ഇനി ഇന്ത്യയിൽ നിർമ്മിക്കാനിരിക്കുന്ന ഏറ്റവും നൂതനമായിട്ടുള്ള യുദ്ധവിമാനം ഇത് തേജസ് എന്നാണ് കേട്ടോ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തലതിരിഞ്ഞു പോയിട്ടുണ്ട്. ഇങ്ങോട്ടാണ് വരേണ്ടത്. ഓക്കെ, അപ്പോൾ തേജസ് LCA MK2 ആണ് ഇന്ത്യയിൽ നിർമ്മിക്കാനിരിക്കുന്ന ഏറ്റവും നൂതനമായിട്ടുള്ള യുദ്ധവിമാനം എന്ന് പറയുന്നത്. തേജസ് LCA MK2. അടുത്ത യൂട്യൂബ് മേധാവിയായ ഇന്ത്യൻ വംശജനാണ് ആരെന്ന് പറയുന്നത്? നീൽ മോഹൻ. യൂട്യൂബ് മേധാവിയായിട്ടുള്ള ഇന്ത്യൻ വംശജനാണ് ആര്? നീൽ മോഹൻ. ഇനി സ്വിസ് എയർ ക്വാളിറ്റി ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും മലിനമായിട്ടുള്ള നഗരമാണ് ഇത്? മുംബൈ. സ്വിസ് എയർ ക്വാളിറ്റി ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നഗരമാണ് ഇത്? മുംബൈ. ഇനി അക്ബർ കക്കട്ടിൽ 2023 അക്ബർ കക്കട്ടിൽ പുരസ്കാരം നേടിയത് ഏതാണ്? സുഭാഷ് ചന്ദ്രനാണ്. 2023 അക്ബർ കക്കട്ടിൽ പുരസ്കാരം നേടിയത് സുഭാഷ് ചന്ദ്രനാണ്. സമുദ്രശില എന്ന് പറയുന്ന കൃതിക്ക്. ഓക്കെ, അപ്പോൾ 2023 അക്ബർ കക്കട്ടിൽ പുരസ്കാരം നേടിയത് സുഭാഷ് ചന്ദ്രനാണ്. ഇനി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും 20 ചീറ്റകൾ എത്തുന്ന ഇന്ത്യയിലെ ദേശീയോദ്യാനമായിരുന്നു ഏതെന്ന് പറയുന്നത്? കുനോ ദേശീയോദ്യാനം. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് 20 ചീറ്റകൾ എത്തിയ ഇന്ത്യയിലെ ദേശീയോദ്യാനമായിരുന്നു ഇത്? കുനോ ദേശീയോദ്യാനം. ഇനി മികച്ച പാർലമെന്റേറിയനുള്ള സൻസദ് രത്ന പുരസ്കാരം നേടിയത് ജോൺ ബ്രിട്ടാസ് ആണ്. മികച്ച പാർലമെന്റേറിയനുള്ള സൻസദ് രത്ന പുരസ്കാരം നേടിയത് ജോൺ ബ്രിട്ടാസ് ആണ്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ചിപ്പ് നിർമ്മാണ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? ഗുജറാത്തിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ചിപ്പ് നിർമ്മാണ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? ഗുജറാത്താണ്. അപ്പോൾ ഇത്രയുമാണ് ഫെബ്രുവരി മാസത്തെ പ്രധാനപ്പെട്ട കറണ്ട് അഫെയർസ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് തന്നെ ഫോളോ ചെയ്യണമെങ്കിൽ അൺഅക്കാദമിയിൽ സുനൈന കെ എന്ന് ഫോളോ ചെയ്യുന്നതാണ്. ഇതിൻ്റെ ടെസ്റ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഈ CA ടെസ്റ്റ് എവിടെ അവൈലബിൾ ആണ്? 8 മണിക്ക് അൺഅക്കാദമി ആപ്പിൽ അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് ഈ ഒരു ടെസ്റ്റ് ഇവിടെ ഇത് പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് അവിടെ വന്ന് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് ഒരു റിവിഷൻ ആവും. അപ്പോൾ CA പഠിച്ചു തന്നെ ഓരോ മാസവും സമഗ്രമായി പഠിച്ചു തന്നെ പോവുക. അപ്പോൾ ഇതേപോലെ തന്നെ വേറൊരു സെക്ഷനുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ബൈ.